പുരാണങ്ങളിൽ അതിമാരകമായ പല ദിവ്യായുധങ്ങളെപ്പറ്റിയും പരാമർശിച്ചിരിക്കുന്നു. മഹാദേവന്റെ ത്രിശൂലം, മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം, ഇന്ദ്രദേവന്റെ വജ്രായുധം തുടങ്ങിയ നിരവധി ദിവ്യായുധങ്ങൾ. എന്നാൽ ഇവ അതാത് ദേവകൾ മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ചില ദിവ്യാസ്ത്രങ്ങൾ ദേവകൾ തങ്ങളുടെ ഭക്തർക്ക് നൽകിയതായും പുരാണങ്ങളിൽ കാണുവാൻ കഴിയും. ഈ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കുവാൻ പോന്ന ഈ ദിവ്യാസ്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബ്രഹ്മശിരാസ്ത്രവും പാശുപതാസ്ത്രവും. കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്ത വില്ലാളി വീരൻ അർജുനന്റെ പക്കൽ മാത്രമേ ഈ രണ്ട് അസ്ത്രങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അർജുനനെ കൂടാതെ ബ്രഹ്മശിരസ് കൈവശമുണ്ടായിരുന്നത് ദ്രോണാചാര്യർക്കും അദ്ദേഹത്തിന്റെ പുത്രൻ അശ്വത്ഥാമാവിനും മാത്രമായിരുന്നു. ഈ അസ്ത്രങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബ്രഹ്മശിരാസ്ത്രത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി ശിവപുരാണത്തിലും മഹാഭാരതം ശല്യപർവം 51 അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന കഥ ഇപ്രകാരം. പുരാതന കാലത്ത് ജീവിച്ചിരുന്ന അതിശക്തനായ ഒരു അസുരനായിരുന്നു വൃത്രാസുരൻ. ഈ അസുരൻ ചിത്രകേതു എന്ന ചക്രവർത്തിയുടെ പുനർജന്മമായിരുന്നു. പാർവതീദേവിയുടെ ശാപത്താലായിരുന്നു ചിത്രകേതു അസുരനായി ജനിച്ചത്. വൃത്രാസുരന്റെ ജനനത്തെപ്പറ്റി പുരാണങ്ങളിൽ 2 കഥകൾ കാണുവാൻ കഴിയും. കശ്യപ മഹർഷി അഗ്നിയിൽ നിന്നും ജനിപ്പിച്ചവനാണ് വൃത്രാസുരൻ എന്നും, അതല്ല ത്രഷ്ടാവിന്റെ പുത്രനാണ് വൃത്രാസുരൻ എന്നും മറ്റൊരു കഥയും. കശ്യപ മഹർഷിക്ക് ധനു എന്ന പത്നിയിൽ പിറന്ന പുത്രനായിരുന്നു ഹിരണ്യകശിപു. മഹാവിഷ്ണു ഈ അസുരനെ വധിച്ചതോടെ ദുഃഖിതയായ ധനുവിന്റെ അപേക്ഷ പ്രകാരം കശ്യപൻ അവൾക്ക് പിന്നീട് നൽകിയ പുത്രനായിരുന്നു ബലൻ അഥവാ വലൻ. എന്നാൽ കശ്യപന്റെ ഈ പുത്രനെയും ഇന്ദ്രദേവനും വധിച്ചു. തന്റെ 2 പുത്രന്മാരെയും ദേവകൾ വധിച്ചതറിഞ്ഞ് കുപിതനായ കശ്യപൻ തന്റെ ജടയുടെ ഒരിഴ പറിച്ചെടുത്ത് ഇന്ദ്രനെ പോലും പരാജയപ്പെടുത്തുവാൻ പോന്ന ശക്തനായ ഒരു അസുരൻ പിറക്കട്ടെ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ ജട അഗ്നിയിൽ ഹോമിച്ചു. ഉടനെ അഗ്നിയിൽ നിന്നും കറുത്തിരുണ്ട മഞ്ഞ കണ്ണുകളോടുകൂടിയ ആജാനുബാഹുവായി മാനിന്റെ തോൽ ധരിച്ച് കയ്യിൽ വാളേന്തിയ ഭയാനകമായ ഒരു രൂപം പുറത്തു വന്നു. ആ രൂപം കശ്യപനോട് പറഞ്ഞു, പിതാവേ, എനിക്ക് ആജ്ഞ നൽകിയാലും ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഇത് കേട്ട് കശ്യപൻ ഇന്ദ്രദേവനെ നിഗ്രഹിക്കുവാൻ അവൻ ആജ്ഞ കൊടുത്തു. കശ്യപൻ അവനെ വൃത്രാസുരൻ എന്ന് വിളിച്ചു. ഈ കഥ പത്മപുരാണം ഭൂമികണ്ഠം 23 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ വൃത്രാസുരന്റെ ജനനത്തെപ്പറ്റി ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കഥ ഇപ്രകാരം. ത്വഷ്ടാവും ഇന്ദ്രനും തമ്മിൽ ചിരവൈരികളായിരുന്നു. ത്വഷ്ടാവിന്റെ പുത്രനായിരുന്നു 3 ശിരസുകൾ ഉണ്ടായിരുന്ന വിശ്വരൂപൻ. പിതാവ് ബ്രാഹ്മണനായിരുന്നു എങ്കിലും മാതാവ് അസുരസ്ത്രീ ആയതിനാൽ വിശ്വരൂപൻ അസുരന്മാരോടായിരുന്നു കൂറു പുലർത്തിയിരുന്നത്. ദേവാസുര യുദ്ധത്തിൽ ഈ വിശ്വരൂപനെ ദേവേന്ദ്രൻ വധിച്ചു. തന്റെ പുത്രനെ ദേവേന്ദ്രൻ ചതിയിലൂടെ വധിച്ചതറിഞ്ഞ് കോപിഷ്ഠനായ ത്വഷ്ടാവ് അഥർവണ മന്ത്രം കൊണ്ട് ഹോമം തുടങ്ങി. 8 ദിവസം ഇങ്ങനെ ഹോമം നടത്തിയപ്പോൾ ആ ഹോമകുണ്ഡത്തിൽ നിന്ന് 8ാം ദിവസം അതിതേജസ്വിയായ ഒരു പുരുഷൻ ഉയർന്നു വന്നു. അവൻ തീജ്വാല പോലെ ആകാശം മുട്ടുമാർ ഉയർന്നു. ആ രൂപം ത്വഷ്ടാവിനോട് ചോദിച്ചു, പിതാവേ, എന്നെക്കൊണ്ട് അങ്ങേക്ക് സാധിക്കുവാനുള്ള കാര്യം എന്താണ്? അങ്ങയുടെ ദുഃഖത്തിന്റെ കാരണം എന്താണ്? ഞാൻ എന്താണ് പിതാവിന് വേണ്ടി ചെയ്തു തരേണ്ടത്? ത്വഷ്ടാവ് ഇന്ദ്രനെ വധിക്കുവാനുള്ള ആജ്ഞ അവന് നൽകി. മഹർഷി അവനെ വൃത്രാസുരൻ എന്ന് വിളിച്ചു. മഹർഷിയുടെ വരബലത്താൽ ജനിച്ച വൃത്രാസുരനെ പരാജയപ്പെടുത്തുവാൻ ദേവകൾക്കായില്ല. അസുരൻ 3 ലോകവും കീഴടക്കി. വൃത്രാസുരന്റെ അക്രമം ഭയന്ന് ദേവകൾ ദേവലോകം വിട്ട് പലായനം ചെയ്തു. ഒടുവിൽ ഇന്ദ്രൻ ബ്രഹ്മദേവനിൽ അഭയം പ്രാപിച്ചു. തുടർന്ന് ബ്രഹ്മാവ് ഇന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു, മഹാശക്തനായ വൃത്രാസുരനെ വധിക്കുവാൻ ശിവഭക്തനായ ദദീജി മഹർഷിയുടെ അസ്ഥികളാൽ നിർമ്മിക്കപ്പെട്ട ആയുധത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ ദദീജി മഹർഷിയോട് സഹായം അഭ്യർത്ഥിക്കുക. ഇതനുസരിച്ച് ഇന്ദ്രൻ ദദീജി മഹർഷിയുടെ ആശ്രമത്തിൽ ചെല്ലുകയും അദ്ദേഹത്തിന്റെ ശരീരം ആവശ്യപ്പെടുകയും ചെയ്തു. പരോപകാര തൽപരനായ മഹർഷി സന്തോഷത്തോടെ തന്നെ
തന്റെ യോഗബലത്താൽ ശരീരം വെടിഞ്ഞു. ഇന്ദ്രദേവൻ ആ ശരീരത്തെ കാമധേനുവിന്റെ ക്ഷീരത്താൽ അഭിഷേകം ചെയ്തു പൂജിച്ചു. പിന്നീട് ദേവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് അസ്ഥികൾ വേർപെടുത്തി അതുകൊണ്ട് അതിശക്തമായ ഒരു ആയുധം നിർമ്മിച്ചു. അതായിരുന്നു ഇന്ദ്രദേവന്റെ വജ്രായുധം. എന്നാൽ അതിനുശേഷം ബാക്കി വന്ന അസ്ഥി കൊണ്ട് വിശ്വകർമാവ് നിർമ്മിച്ച മാരകമായ അസ്ത്രമായിരുന്നു 3 ലോകവും നശിപ്പിക്കുവാൻ പോന്ന ബ്രഹ്മശിരസ് എന്ന അസ്ത്രം. ഈ അസ്ത്രം അഗസ്ത്യ മുനിയിൽ നിന്നും അഗ്നിവേശനും അദ്ദേഹത്തിൽ നിന്നും ശിഷ്യനായ ദ്രോണർക്കും പിന്നീട് ദ്രോണാചാര്യർ ഈ ദിവ്യായുധം അർജുനനും തന്റെ പുത്രനുമായ അശ്വത്ഥമാവിനും പകർന്നു നൽകി. കുരുക്ഷേത്ര യുദ്ധത്തിൽ പ്രയോഗിക്കപ്പെട്ട ഏറ്റവും ശക്തമായ ആയുധമായിരുന്നു ബ്രഹ്മശിരസ്. ഈ അസ്ത്രം നൽകുമ്പോൾ ദ്രോണാചാര്യർ അർജുനനോട് ഇപ്രകാരം പറയുന്നു: നീ ഈ അസ്ത്രം മനുഷ്യരിൽ പ്രയോഗിക്കുവാൻ പാടുള്ളതല്ല. മനുഷ്യരല്ലാത്ത മറ്റു ശത്രുക്കൾ ബാധിക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അല്പന്മാരിൽ പ്രയോഗിച്ചാൽ സർവനാശമായിരിക്കും ഫലം. പിന്നീട് തന്റെ പുത്രന്റെ നിർബന്ധത്തിന് വഴങ്ങി ബ്രഹ്മശിരസ് എന്ന അസ്ത്രം ദ്രോണർ അശ്വത്ഥമാവിനും നൽകുകയുണ്ടായി. കുരുക്ഷേത്ര യുദ്ധത്തിൽ 18-ാം ദിവസം രാത്രി അശ്വത്ഥമാവ് പാണ്ഡവ ശിബിരത്തിൽ കയറി പാണ്ഡവരുടെ സകല പുത്രന്മാരെയും ദൃഷ്ടദ്യുമ്നനെയും ശിഖണ്ഡിയെയും ഉൾപ്പെടെ സകലരെയും വധിച്ചു. തുടർന്ന് അശ്വത്ഥമാവിനെ വധിക്കുവാനായി പാണ്ഡവർ പുറപ്പെട്ടു. വ്യാസമഹർഷിയുടെ ആശ്രമ പരിസരത്ത് വെച്ച് അവർ അശ്വത്ഥമാവിനെ കണ്ടുമുട്ടി. ഉടനെ അശ്വത്ഥമാവ് ഒരു ദർഭപ്പുല്ലെടുത്ത് അപാണ്ഡവായ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ബ്രഹ്മശിരസ് മന്ത്രം ആവാഹിച്ച് പാണ്ഡവർക്ക് നേരെ തൊടുത്തുവിട്ടു. അപ്പോൾ ലോകത്തെ മുഴുവൻ കത്തിക്കുവാൻ പോന്ന അഗ്നി ആകാശത്ത് പ്രകടമായി. തുടർന്ന് കൃഷ്ണ നിർദ്ദേശപ്രകാരം അർജുനൻ ബ്രഹ്മശിരസ് അസ്ത്രത്തെ ആവാഹിച്ച് അസ്ത്രം കൊണ്ടടങ്ങട്ടെ, ആചാര്യപുത്രനും തങ്ങൾക്കും സ്വസ്തി എന്ന് ഉച്ചരിച്ചുകൊണ്ട് അസ്ത്രത്തെ തൊടുത്തുവിട്ടു. 2 മഹാ അസ്ത്രങ്ങൾ നേർക്കുനേർ പാഞ്ഞു വന്നു. ഭൂമി കുലുങ്ങി. 2 അസ്ത്രങ്ങളും കൂട്ടിമുട്ടിയാൽ സർവനാശം സംഭവിക്കുമെന്നതിനാൽ വശിഷ്ഠ മഹർഷി, വിശ്വാമിത്രൻ, വ്യാസൻ തുടങ്ങിയ മഹാമുനിമാർ 2 അസ്ത്രങ്ങൾക്കും മധ്യേ വന്ന് നിന്നു. തേജോ ഗോളങ്ങളായി നിൽക്കുന്ന ആ മഹാ ഋഷിമാർക്ക് ആ അസ്ത്രങ്ങളെ തൽക്കാലം തടഞ്ഞു നിർത്തുവാൻ സാധിച്ചു. തുടർന്ന് മഹർഷിമാർ അസ്ത്രങ്ങളെ പിൻവലിക്കുവാൻ ഇരുവരോടും ആവശ്യപ്പെട്ടു. അർജുനൻ അസ്ത്രത്തെ പിൻവലിച്ചു. എന്നാൽ അശ്വത്ഥമാവ് തന്റെ അസ്ത്രത്തെ ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിന് നേരെ തിരിച്ചുവിട്ടു. തുടർന്ന് ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ ഉത്തരയും പുത്രനും രക്ഷപ്പെട്ടു. 2 ബ്രഹ്മശിരാസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാലുള്ള വിപത്തിനെപ്പറ്റി മഹർഷിമാർ അർജുനനോടും അശ്വത്ഥമാവിനോടും പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം: ബ്രഹ്മശിരസ് വീണ ദേശത്ത് 12 വർഷക്കാലം മഴ പെയ്യില്ല. കൂടാതെ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങും. മന്ത്രങ്ങളൊന്നും ഫലിക്കില്ല. അതിനാൽ യജ്ഞങ്ങൾ മുടങ്ങും. ദേവകളുടെ ശക്തി ക്ഷയിക്കും. ഇത്തരത്തിൽ ലോകം നശിക്കും. പാശുപതാസ്ത്രം. ദേവാദിദേവൻ മഹാദേവന്റെ ഏറ്റവും ശക്തമായ അസ്ത്രമായിരുന്നു പാശുപതാസ്ത്രം. പാശുപതാസ്ത്രത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള കഥ പത്മപുരാണത്തിലും മഹാശിവപുരാണത്തിലും പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം: താരകാസുരന്റെ പുത്രന്മാരായ കമലാക്ഷൻ, താരകാക്ഷൻ, വിദ്യുന്മാലി എന്നീ 3 പുത്രന്മാരും കൂടി ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി സർവചരാചരങ്ങളാലും വധിക്കപ്പെടാതിരിക്കുവാനുള്ള വരം ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെ ഒരു വരം നൽകുവാൻ കഴിയില്ലെന്നും അതിനാൽ മറ്റെന്തെങ്കിലും വരം ആവശ്യപ്പെടുവാനും ബ്രഹ്മദേവൻ അവരോട് അരുൾ ചെയ്തു. അതനുസരിച്ച് അവർ ഇങ്ങനെ പറഞ്ഞു: മഹാപ്രഭു, ഞങ്ങൾ 3 പുരങ്ങളിൽ വസിച്ച് നിന്റെ പ്രസാദം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം. 1000 വർഷം കൂടുമ്പോൾ ഈ 3 പുരങ്ങളും നേർരേഖയിൽ വരണം. 1 നിമിഷത്തിന് ശേഷം വീണ്ടും പുരങ്ങൾ വെവ്വേറെ ദിശകളിൽ സഞ്ചരിച്ചു തുടങ്ങണം. തുടർന്ന് വീണ്ടും 1000 വർഷം കഴിഞ്ഞ് 3 പുരങ്ങളും 1 നിമിഷം നേർരേഖയിൽ വരണം. പുരങ്ങൾ നേർരേഖയിൽ വരുന്ന ആ 1 നിമിഷം ഒരസ്ത്രം കൊണ്ട് 3 പുരങ്ങളും നശിപ്പിക്കപ്പെടുമ്പോൾ മാത്രമായിരിക്കണം ഞങ്ങൾക്ക് മരണം സംഭവിക്കുന്നത്. ബ്രഹ്മദേവൻ അസുരന്മാർക്ക് അവർ ആവശ്യപ്പെട്ട പോലത്തെ വരം നൽകിയ ശേഷം അന്തർധാനം ചെയ്തു. തുടർന്ന് അസുരശില്പിയായ മയൻ ഈ 3 അസുരന്മാർക്കും വേണ്ടി നിർമ്മിച്ചു നൽകിയ 3 പുരങ്ങൾ ത്രിപുരം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ അസുരന്മാർ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ച് ദേവകളെയും സകല ജീവജാലങ്ങളെയും ഉപദ്രവിച്ചു.
ബ്രഹ്മദേവന്റെ വരബലത്താൽ അസുരന്മാരെ വധിക്കുവാൻ ആർക്കും സാധിച്ചില്ല. ഒടുവിൽ സകല ദേവകളും മഹാദേവനിൽ അഭയം പ്രാപിച്ചു. ദേവകളുടെ ആവശ്യപ്രകാരം മഹാദേവൻ ത്രിപുരന്മാരെ വധിക്കുന്നതിന് തയ്യാറായി. ത്രിപുര ദഹനത്തിനായി വിശ്വകർമാവ് മഹാദേവൻ ഒരു രഥം നിർമ്മിച്ചു നൽകി. 4 വേദങ്ങൾ ആ രഥത്തിന്റെ കുതിരകളായി. രഥചക്രങ്ങളിൽ അശ്വനി ദേവകളും അച്യുതണ്ടിൽ ചക്രപാണിയും സ്ഥിതി ചെയ്തു. ചക്രങ്ങളുടെ അഴിക്കാലുകളിൽ ഗന്ധർവനും സ്ഥിതി ചെയ്തു. ബ്രഹ്മാവ് രഥത്തിന്റെ സാരഥിയായി. മഹാദേവൻ മന്ദരപർവ്വതത്തെ വളച്ച് വില്ലാക്കി. എന്നാൽ ചില കൃതികളിൽ ഭഗവാൻ തന്റെ ത്രിശൂലമാണ് വളച്ച് വില്ലാക്കിയതെന്നും പറഞ്ഞിരിക്കുന്നു. വാസുകിയെ വില്ലിന്റെ ഞാണാക്കി. വിഷ്ണുവിനെ ബാണമാക്കി. ബാണത്തിന്റെ മുനയിൽ അഗ്നിയും കടയ്ക്കൽ വായുവിനെയും സ്ഥാപിച്ചു. ഈ അസ്ത്രമാണ് പാശുപതാസ്ത്രം. തുടർന്ന് ത്രിപുരങ്ങൾ നേർരേഖയിൽ വരുന്ന അഭിജിത്ത് മുഹൂർത്തത്തിൽ മഹാദേവൻ പാശുപതാസ്ത്രത്താൽ 3 പുരങ്ങളും നശിപ്പിച്ച് അസുരന്മാരെ 3 വധിച്ചു. പാശുപതാസ്ത്രം പിന്നീട് മഹാദേവൻ തന്റെ ശിഷ്യനായ ഇന്ദ്രജിത്തിന് നൽകിയതായും കാണുന്നു. ദ്വാപരയുഗത്തിൽ മഹാദേവനെ പ്രീതിപ്പെടുത്തി പാശുപതാസ്ത്രം സ്വന്തമാക്കിയ ഒരേയൊരു യോദ്ധാവ് അർജുനൻ മാത്രമായി. വനവാസകാലത്ത് അർജുനൻ മഹാദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച അസ്ത്രം സ്വന്തമാക്കി. ഈ ശരമേറ്റാൽ സർവ്വലോകവും നശിക്കും. ബ്രഹ്മാസ്ത്രമോ നാരായണാസ്ത്രമോ ആഗ്നേയാസ്ത്രമോ വരുണാസ്ത്രമോ ഇതിനോട് തുല്യമാവില്ല. അതിനാൽ ഈ അസ്ത്രം ഒരിക്കലും ഒരു സാധാരണ ലക്ഷ്യമോ മനുഷ്യരിലോ പ്രയോഗിക്കരുത്. ഈ അസ്ത്രത്തെ തടുക്കുവാൻ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും ആവുകയില്ല. അതിനാൽ തന്നെ ഈ അസ്ത്രം സ്വന്തമാക്കിയെങ്കിലും അർജുനൻ തന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും പാശുപതം പ്രയോഗിച്ചില്ല. ജയദ്രഥ വധത്തിന് അർജുനൻ പാശുപതാസ്ത്രം ഉപയോഗിച്ചതായി തെറ്റായ ഒരു കഥ പ്രചരിച്ചു കാണുന്നു. എന്നാൽ വ്യാസ മഹാഭാരതത്തിൽ ദ്രോണപർവം 74-ാം അധ്യായത്തിൽ ജയദ്രഥ വധത്തിന് അർജുനൻ പ്രയോഗിച്ചത് ഇന്ദ്രാസ്ത്രമാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പാശുപതാസ്ത്രവും ബ്രഹ്മശിരാസ്ത്രവും രണ്ടും അതിശക്തമായ അസ്ത്രങ്ങളാണെങ്കിലും പാശുപതാസ്ത്രത്തോളം ശക്തമായ മറ്റൊരസ്ത്രവുമില്ലെന്ന് പുരാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റിലൂടെ അറിയിക്കുക. ഈ ചാനലിലെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക.